എന്താണ് വികസനം? നിരന്തരം ചർച്ച ചെയ്യപ്പെടുന്നൊരു ചോദ്യം. കുന്നുകളും മലകളും ഇടിച്ചു നിരത്തിയും കായലോരങ്ങൾ കയ്യേറിയും ഉയരുന്ന കെട്ടിടങ്ങളെ വികസനമായി കാണുന്ന പൊതുബോധത്തിന് ഇപ്പോഴും കാര്യമായ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. കാലാവസ്ഥ വ്യതിയാനം ഇനിയും ഒരു പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമായിട്ടില്ല. പക്ഷേ 2018 മഹാപ്രളയത്തോടെ കേരളത്തിലും അപകടത്തിൻ്റെ സൈറൺ മുഴങ്ങിയത് ചിലരെങ്കിലും അറിയുന്നു. അധിനിവേശത്തിൻ്റെയും കയ്യേറ്റത്തിൻ്റെയും ചരിത്രം ലോകത്താകമാനം പ്രകൃതി വിരുദ്ധമായ ഒരു നയം രൂപപ്പെടുത്തി. ലാഭത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും കണക്കുകൾ മാത്രം പറയുന്ന, പ്രകൃതിയുടെ നരമ്പിൽ നിന്നും രക്തമൂറ്റി കുടിക്കുന്ന ഒരു വിപണി രൂപപ്പെട്ടു. പ്രകൃതിയെക്കുറിച്ച് സംസാരിക്കുന്നത്, മനുഷ്യനുൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളും അപകടത്തിലാണെന്ന് പറയുന്നത് തങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ലെന്ന പൊതുബോധം രൂപപ്പെട്ടു. കാലാവസ്ഥാ വ്യതിയാനം ഒരു തട്ടിപ്പാണെന്ന് അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പറയാൻ കഴിയുന്നത് ലാഭനഷ്ടക്കണക്കുകൾ മാത്രം ആലോചിക്കുന്ന ഒരു വിപണിയുടെ സ്വാധീനം ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ ലോകത്ത് പല ഭാഗത്തായി കാലാവസ്ഥാ വ്യതിയാനം നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. തിരിച്ചറിവുണ്ടാകുന്നില്ലെങ്കിലും ഈ വഴി ശരിയല്ല എന്ന് കൂടുതൽ പേർ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പ്രകൃതിയിൽ നിന്ന് വിഭവങ്ങൾ എടുക്കുക, ആ വിഭവങ്ങളെ റീപ്ലേസ് ചെയ്യാൻ പ്രകൃതിക്ക് കഴിയുന്ന അത്രയും എടുക്കുക, ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങൾ അവശിഷ്ട രൂപത്തിൽ ഭൂമിയിലേക്ക് തന്നെ മടങ്ങിപ്പോവുക, അവയെ പ്രകൃതി പുനഃചംക്രമണത്തിന് വിധേയമാക്കുക. ഈ ഒരു പാറ്റേൺ ആയിരുന്നു. ഈ പാറ്റേണിൽ അടിസ്ഥാനപരമായ വിച്ഛേദമുണ്ടായത് കഴിഞ്ഞ ഈ മുതലാളിത്ത ഉൽപ്പാദനം എന്ന് വിളിക്കുന്ന ഒന്നിൻ്റെ രംഗപ്രവേശത്തോടെയാണ്. കാരണം ഭൂമിയിൽ നിന്ന് എടുക്കുന്ന വിഭവങ്ങളുടെ തോത് പെരുകി. എങ്ങനെ പെരുകി എന്ന് ചോദിച്ചാൽ, ഭൂമിക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത മട്ടിൽ വിഭവങ്ങളുടെ കവർന്നെടുക്കൽ പെരുകി. മറുഭാഗത്ത് ഭൂമിയിലേക്ക് നിക്ഷേപിക്കുന്ന അവശിഷ്ടങ്ങളുടെ തോതും പെരുകി. ഏതളവിൽ എന്ന് ചോദിച്ചാൽ, ഭൂമിക്ക് ഒരു നിലയിലും മാനേജ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ സ്വീകരിക്കാൻ പറ്റാത്ത നിലയിൽ അതിൻ്റെ ഉത്സർജനത്തിൻ്റെ അല്ലെങ്കിൽ ഭൂമിയിലേക്കുള്ള നിക്ഷേപത്തിൻ്റെ തോത് കൂടി. ഫലത്തിൽ ഭൂമി ഒരു ഭാഗത്ത് വിഭവശൂന്യമായി, മറുഭാഗത്ത് അത് ഒരു ചപ്പുകൂനയായിട്ട് മാറുകയും ചെയ്തു. ഈ ചപ്പുകൂനയ്ക്കും വിഭവശൂന്യതയ്ക്കും മുകളിലാണ് വാസ്തവത്തിൽ നാം നമ്മുടെ ജീവിതം ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതഘടനയിലും വികസന സമീപനത്തിലും അടിസ്ഥാനപരമായ തിരുത്തലുകൾ വരുത്താതെ പാരിസ്ഥിതിക സന്തുലനത്തെ പുനഃസ്ഥാപിക്കുക സാധ്യമല്ല. കേരളവും വലിയ അപകടത്തിൻ്റെ മുമ്പിലാണ്. 2018 ഒരു തുടക്കം മാത്രമാണെന്ന് തുടർന്നുള്ള വർഷങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. $483 മനുഷ്യർ, 20,000-ലധികം മൃഗങ്ങൾ, 4 ലക്ഷത്തിലധികം പക്ഷികൾ. 2018 പ്രളയക്കാഴ്ചകൾ ഇപ്പോഴും പേടിപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ 40 വർഷം കേരളത്തിലുണ്ടായതിനേക്കാൾ കൂടുതൽ ഉരുൾപൊട്ടലുകൾ 2018 മാത്രം കേരളത്തിലുണ്ടായെന്ന് ഭൗമശാസ്ത്രജ്ഞർ പറയുന്നു. ആ കണക്ക് പങ്കുവയ്ക്കുന്ന ആശങ്ക അത്രമേൽ വലുതാണ്.
2018 ശേഷം മുൻപത്തെ അപേക്ഷിച്ച് സംസ്ഥാനത്ത് ചെറുതും വലുതുമായ ധാരാളം ഉരുൾപൊട്ടലുകളും മണ്ണിടിച്ചിലുകളും കുഴിലീകൃത മണ്ണൊലിപ്പും ഉണ്ടായി. 2018 ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങൾ വിണ്ടുകീറുന്നുവെന്നും കനത്ത മഴയുണ്ടായാൽ ഈ പ്രദേശങ്ങളിൽ വീണ്ടും ഉരുൾപൊട്ടൽ സാധ്യതയുണ്ടെന്നും ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പഠനം തന്നെ പറയുന്നു. 2019 അന്നത്തെ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഏതൊക്കെ ജില്ലകളിലാണ് ഉരുൾപൊട്ടൽ സാധ്യതയെന്ന ചോദ്യത്തിന് നിയമസഭയിൽ നൽകിയ മറുപടിയിൽ പറയുന്നത് ആലപ്പുഴ ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നുവെന്നാണ്. അവിടെ നമ്മുടെ പ്രകൃതിക്കെന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ടെന്ന് സ്വാഭാവികമായും നാം തിരിച്ചറിയേണ്ടതാണ്. ദേശീയ ഭൗമശാസ്ത്ര ഗവേഷണ കേന്ദ്രത്തിൻ്റെ 2010 പഠനപ്രകാരം 14.4% മേഖലകളാണ് സംസ്ഥാനത്ത് ഉരുൾപൊട്ടൽ ഭീഷണിയുള്ളത്. ഇന്ന് ഇതിനേക്കാൾ എത്രയോ പ്രദേശങ്ങൾ ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്നു. ഈ കണക്കുകളിലെ വ്യത്യാസം ഒരു സൂചനയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തെരുവിൽ വിളിച്ച മുദ്രാവാക്യത്തിന് ഇപ്പോൾ മറ്റൊരർത്ഥം കൂടിയുണ്ട്. സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ ഭാവവും രൂപവുമെല്ലാം വേഗത്തിൽ മാറുമെന്ന കൃത്യമായ മുന്നറിയിപ്പ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. കേരളത്തിലെ മനോഹരമായ കാലാവസ്ഥയ്ക്ക് അനുകൂലമായത് പ്രധാനമായും 2 ഘടകങ്ങളാണ്: പശ്ചിമഘട്ടവും അറബിക്കടലിൻ്റെ സാമീപ്യവും. ഇന്ന് ഈ 2 മേഖലകളിലും ഉണ്ടാകുന്ന മാറ്റം കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാനത്തെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. പശ്ചിമഘട്ടവും നെൽവയലുകളും തീരപ്രദേശങ്ങളും തണ്ണീർത്തടങ്ങളും കണ്ടൽക്കാടുകളും അങ്ങനെ ജൈവവൈവിധ്യത്തിൻ്റെ എല്ലാ ഇടങ്ങളും വികസന യുക്തി കൊണ്ട് ആക്രമിക്കപ്പെടുകയാണ്. പശ്ചിമഘട്ടത്തിന് ശ്വാസം മുട്ടുന്നുവെന്ന് ഉറക്കെ പറയേണ്ട ഉത്തരവാദിത്തം പ്രകൃതിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും ഇന്നുണ്ട്. പ്രശ്നമുണ്ടാകുമ്പോൾ അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ഓടിക്കൂടുകയും അതിൽ വേവലാതിപ്പെടുകയും ഒക്കെ ചെയ്യുമെങ്കിലും ആ തീവ്രത പതുക്കെ പതുക്കെ കുറഞ്ഞു വരുന്നതോടുകൂടി അതിനെ വിസ്മരിക്കുകയും ചെയ്യുന്നതാണ് കേരളത്തിൽ പൊതുവിൽ കണ്ടുവരുന്നത്. പശ്ചിമഘട്ടത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് തന്നെ പഴക്കമേറെയാണ്. ആയിരത്തി 600 കിലോമീറ്റർ ദൈർഘ്യവും 100 കിലോമീറ്റർ വീതിയുമുള്ള പശ്ചിമഘട്ട മലനിരകൾ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. മലകൾ നിലനിൽക്കുന്നത് എന്ന് പറയുന്നത് അവിടെ കാലങ്ങളായി രൂപപ്പെട്ടു വന്നതായ ഒരു വനപ്രകൃതിയിൽ നിന്ന്. അവിടെ വലിയ മരങ്ങൾ, അതിനാൽ താങ്ങി നിർത്തപ്പെടുന്ന മേൽമണ്ണ്, അത് എൻ്റെ ഭാഗമായിട്ട് തന്നെ വലിയ മഴ വന്നാലും താഴേക്ക് ഉരുണ്ടു പോകാത്ത രീതിയിലുള്ള പാറക്കെട്ടുകളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ആദ്യഘട്ടത്തിലൊക്കെ ഈ പ്രദേശങ്ങളിലേക്ക് കൃഷിക്ക് വേണ്ടിയിട്ട് കുടിയേറി ജീവിക്കുന്ന മനുഷ്യർ അവരുടെ നിലനിൽപ്പിനെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ആദ്യകാലത്ത് അവരുടെ വീടുകൾ ഉണ്ടാക്കുന്നതും കൃഷി നടത്തിയിരുന്നതും. പക്ഷേ വളരെ പെട്ടെന്ന് ലാഭമുണ്ടാക്കണം എന്ന് വിചാരിക്കുന്ന ആളുകൾ അവിടേക്ക് ചേർന്നതോടു കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രകൃതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജീവിതത്തിൽ യാതൊരു തിരിച്ചറിവുകളും ഇല്ലാത്ത രീതിയിൽ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി.
ഗുജറാത്തും മഹാരാഷ്ട്രയും ഗോവയും കർണാടകവും തമിഴ്നാടും കേരളവും ഈ സംസ്ഥാനങ്ങളിൽ നീണ്ടുകിടക്കുന്ന ഈ അത്ഭുതത്തിന് മുകളിൽ നടത്തുന്ന അശാസ്ത്രീയ ഇടപെടലുകൾ സൃഷ്ടിക്കുന്ന ആഘാതം നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും എത്രയോ വലുതായിരിക്കും. ഓരോ കാര്യങ്ങളിലും ശാസ്ത്രീയമായിട്ടുള്ള ഇടപെടലാണ് നടത്തുന്നത്. ആകാശത്തോടി മനുഷ്യൻ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അത് ഭൂഗുരുത്വ ബലത്തിന് അതീതമായിട്ട് പ്രവർത്തിക്കുന്ന എയറോഡൈനാമിക്സ് തത്വം അനുസരിച്ചാണ്. എന്നതുപോലെ മണ്ണിടിയാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ കണ്ടെത്തുകയും ആ മണ്ണിടിയാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിലിന് ആഘാതം കൂട്ടുകയോ മണ്ണിടിച്ചിൽ കാരണമാവുകയോ ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്താൽ അത് ചെയ്യാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് കോമൺ സെൻസ്. അത് മനുഷ്യൻ മാത്രമല്ല, മറ്റ് ജീവജാലങ്ങളും അത് ചെയ്യാൻ സാധ്യതയുള്ളതാണ്. ഇവിടെ വിശേഷ ബുദ്ധി ഉണ്ടെന്ന് കരുതുന്ന മനുഷ്യർ ചില പ്രവർത്തനങ്ങൾ നടത്തിയാൽ മണ്ണിടിച്ചിലിന് കൂടാൻ സാധ്യതയുണ്ടെന്ന് കണ്ടുപിടിക്കുകയും എന്നാൽ ഇന്ന സ്ഥലങ്ങളാണ് മണ്ണിടിച്ചിലിന് സാധ്യതയുള്ളത് എന്ന് കണ്ടെത്തുകയും അവിടെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന മുന്നറിയിപ്പുകൾ കിട്ടുകയും ചെയ്ത ശേഷം ആ മുന്നറിയിപ്പുകളെ പലപ്പോഴും നിയമമാക്കി മാറ്റുകയോ അല്ലെങ്കിൽ നിയമമാക്കി മാറ്റിയ ശേഷം അത് നടപ്പാക്കാതിരിക്കുകയോ ചെയ്യലാണ് ഇതിൽ ഗുരുതരമായിട്ടുള്ള പിഴവായിട്ട് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഈ ഇടപെടലുകൾ ഒരു വലിയ ആവാസ വ്യവസ്ഥയാണ് തകർക്കുന്നത്. പശ്ചിമഘട്ടം അപകടത്തിലാണെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ആവർത്തിച്ചു പറഞ്ഞിട്ടും വേണ്ട ഗൗരവത്തിൽ അധികാരികൾ ആ ശബ്ദം കേൾക്കുന്നില്ല. രണ്ടായിരത്തി 2018 മഹാപ്രളയം ശക്തമായ മഴ കൊണ്ടുണ്ടായതാണെങ്കിലും അതിൻ്റെ തീവ്രത വർദ്ധിപ്പിച്ചത് നീണ്ടകാലമായി നമ്മൾ സ്വീകരിച്ചു പോന്ന അശാസ്ത്രീയ സമീപനങ്ങളാണ്. നമ്മുടെ എല്ലാ സംവിധാനങ്ങൾക്കും പിഴവ് സംഭവിച്ചിട്ടുണ്ട്. മുന്നിലേക്കാണ് നമ്മൾ നടക്കുന്നതെന്ന് തോന്നുമ്പോഴും പിന്നിലേക്കാണ് നമ്മൾ ഓടുന്നത്. 2018 പ്രളയം ഉണ്ടായത് അതിതീവ്രമായ മഴയുടെ ഭാഗമാണ്. അതിന് കാരണം കാലാവസ്ഥാ വ്യതിയാനമാണ് എന്ന് അംഗീകരിക്കുമ്പോൾ പോലും അതിനെ ഒരുപക്ഷെ തീവ്രമായ ഒരു ദുരന്തത്തിലേക്ക് നയിച്ചത് കേരളത്തിൻ്റേതായ ഭൂപ്രകൃതിയെ, പരിസ്ഥിതിയെ മനസ്സിലാക്കാതെ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ്. ആദ്യഘട്ടത്തിൽ ഒരുപക്ഷെ അതിനങ്ങനെ മനസ്സിലാക്കിയില്ല എന്നുള്ളതൊരു തെറ്റായിട്ട് കണക്കാക്കാനായിട്ട് കഴിയില്ല. എന്നാൽ പരിസ്ഥിതി ഒരു ശാസ്ത്രമായിട്ട് വികസിക്കുകയും അതിനെപ്പറ്റിയുള്ള കോഴ്സുകൾ കേരളത്തിലെ കോളേജുകളിലും സർവകലാശാലകളിലും പഠിപ്പിക്കുകയും ചെയ്യുന്നു. കേരളത്തിലെ ഒരു വലിയ വിഭാഗം ആളുകൾ ഇതിനെപ്പറ്റിയുള്ള പരിഗണന വെച്ചുകൊണ്ട് ഗൗരവമായ ചർച്ച സമൂഹത്തിൽ ഉയർത്തിവിടുന്നു. എന്നിട്ട് പോലും യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു തിരിച്ചറിവിലേക്ക് എത്തിയത് പ്രളയാനന്തരമാണ്. വൈകിയാണെങ്കിലും ഈ മേഖലയിൽ സ്വയം വിമർശനാത്മകമായി പരിശോധിക്കേണ്ടതുണ്ടെന്ന് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിനും സമ്മതിക്കേണ്ടി വരുന്നു. ഒരു നിമിഷം പോലും വൈകാതെ അതീവ ജാഗ്രതയോടെ നമ്മുടെ സംവിധാനങ്ങൾ ഈ മേഖലയിൽ ഇടപെടേണ്ടതുണ്ട്. പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് നദികൾ ഉത്ഭവിപ്പിക്കുകയും കേരളത്തിൻ്റെ ജലസ്രോതസ് തന്നെ പശ്ചിമഘട്ട മലനിരകളാണ്. കേരളത്തിൻ്റെ കാലാവസ്ഥയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പശ്ചിമഘട്ട മലനിരകളാണ്. പക്ഷേ അശാസ്ത്രീയമായിട്ടുള്ള കയ്യേറ്റങ്ങൾ, അനിയന്ത്രിതമായ കയ്യേറ്റങ്ങളും അശാസ്ത്രീയമായ കോറിയിങ്ങുകളും ആ പശ്ചിമഘട്ട മലനിരകളെ ഏറ്റവും അപകടകരമായൊരു മേഖലയാക്കി മാറ്റിയിരിക്കുകയാണ്. മലകൾ തുരന്നെടുക്കുകയാണ്. 2018 ശേഷം ആയിരക്കണക്കിനാണ് ചെറിയതും വലുതുമായ ലാൻഡ് സ്ലൈഡുകൾ ഉണ്ടായിരിക്കുന്നത്, മലയിടിച്ചുകൾ ഉണ്ടായിരിക്കുന്നത്. ചിലത് ശ്രദ്ധയിൽപ്പെടും, ചിലത് ശ്രദ്ധയിൽപ്പെടില്ല, ചിലത് വലിയ ദുരന്തങ്ങളുണ്ടാക്കും, ചിലത് ചെറിയ പ്രത്യാഘാതങ്ങളുണ്ടാക്കും. പക്ഷേ നിരന്തരമായി കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് ഈ മലയിടിച്ചിലുകളും മണ്ണിടിച്ചിലുകളും ഉണ്ടാകുകയാണ്. വലിയ ദുരന്തങ്ങൾ മാത്രം വരുമ്പോൾ അത് ചർച്ച ചെയ്യപ്പെടുകയാണ്. കൊട്ടേഷൻ മാഫിയ സംവിധാനങ്ങളെപ്പോലെ തന്നെ പ്രവർത്തിക്കുന്ന കോറി മാഫിയ സംഘങ്ങൾ കേരളത്തിലും ശക്തമാണ്. ദുർബലമായ പ്രദേശങ്ങൾ ഇടിച്ചു നിർത്താനും പണമൊഴുക്കി അനുമതി വാങ്ങാനും സമരങ്ങളെ അടിച്ചമർത്താനും ഈ സംവിധാനത്തിന് കഴിയുന്നുണ്ട്.
കേരളത്തിലാണെങ്കിൽ 2% പ്രദേശത്ത് മാത്രമാണ് അതീവ മണ്ണിടിച്ചിൽ പ്രദേശമായിട്ട് നമ്മൾ ശാസ്ത്രീയമായിട്ട് കണ്ടെത്തി ഡിജിറ്റൽ മാപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ ഉള്ളത്. ഈ 2% വരുന്ന സ്ഥലത്ത് നമ്മൾ മണ്ണിടിച്ചിൽ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ള ബ്ലാസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള ക്വാറിയിങ് ഉൾപ്പെടെയുള്ള സംഗതികൾ, കെട്ടിട നിർമ്മാണം, ഇത്തരം സംഗതികൾ ചെയ്യാൻ പാടില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അത് ചെയ്യുന്നതിൻ്റെ ഗുണഫലം വളരെ കുറച്ച് ആളുകൾക്കാണ് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു 100 പേരിൽ താഴെയാണ് കേരളത്തിൽ അവിടെ ക്വാറി നടത്തി അതിൻ്റെ സാമ്പത്തികമായ നേട്ടം കിട്ടുന്നത്. ആ കല്ലുകൊണ്ട് ആളുകൾക്ക് ഗുണമുണ്ടാവാം. ആ കല്ലിപ്പോൾ അവിടെ നിന്നല്ല വേറൊരു സ്ഥലത്ത് നിന്ന് പൊട്ടിച്ചാലും ഇതേ ആളുകൾക്ക് ഗുണം കിട്ടും. അപ്പോൾ അതുകൊണ്ട് മനുഷ്യർ പ്രകൃതിയോട് നടത്തുന്ന ഇടപെടലുകൾ മനുഷ്യർക്ക് തിരിച്ചടിയായി വരുന്നു എന്നതിന് പകരം മനുഷ്യരിൽ അധികാരമുള്ള ആളുകൾ, നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ കഴിയുന്ന ആളുകൾ, നിയമത്തെ ദുരുപയോഗം ചെയ്യാൻ കഴിയുന്ന ആളുകൾ, അല്ലെങ്കിൽ നിയമത്തെ പോലും മാറ്റാൻ കഴിയുന്ന ആളുകൾ, അവർ ഇടപെടൽ നടത്തി സാമ്പത്തികമായി ലാഭം ഉണ്ടാക്കുകയും അതിൻ്റെ ഫലം, ദുരന്ത ഫലം എല്ലാവരും ചേർന്ന് അനുഭവിക്കുകയും അതിൽ കുറച്ച് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്നുള്ളത്. ഭൂമിയുടെ കിടപ്പ്, പാറകളുടെ സ്വഭാവം, മണ്ണിൻ്റെ ഘടന, മരങ്ങളുടെ പ്രത്യേകത തുടങ്ങിയ ഘടകങ്ങളൊന്നും പരിശോധിക്കാതെ പശ്ചിമഘട്ട മേഖലകളിൽ നടത്തിയ ഇടപെടലുകളുടെ പ്രത്യാഘാതം നമ്മൾ അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. മണ്ണുമാഫിയയും കോറിമാഫിയയും പശ്ചിമഘട്ടത്തെ കാർന്നു തിന്നുന്ന ക്യാൻസറായി മാറി. ചുരുക്കം ചില ആളുകൾ സാമ്പത്തികമായ ലാഭം അനുഭവിക്കുകയും എല്ലാ മനുഷ്യരും ദുരിതമനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. നിയമത്തിൽ ഓരോ പ്രാവശ്യവും വെള്ളം ചേർക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരോ സംസ്ഥാന സർക്കാരോ ഇവിടുത്തെ ഒരു വ്യവസായം നടക്കട്ടെ എന്ന് വിചാരിച്ച് കൊടുക്കുന്നതല്ല. ഇതിൻ്റെ പിന്നിൽ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ഇടപാടുണ്ട്. ഓരോ ക്വാറിയുടെയും ലൈസൻസുമായി ബന്ധപ്പെട്ട് ഒരു വിജിലൻസ് അന്വേഷണം നടത്തുകയാണെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി മുതൽ ചീഫ് സെക്രട്ടറി വരെ എത്തിയേക്കാവുന്ന വലിയ സാമ്പത്തിക ഇടപാടുകളുണ്ട്, കോടികളുടെ അഴിമതിയുണ്ട്. ഓരോ ഇലക്ഷനും മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിൻ്റെയും പാർട്ടികൾക്കും ഈർക്കിലി പാർട്ടികൾക്ക് പോലും ലക്ഷക്കണക്കിന് രൂപ പിരിച്ചെടുക്കാൻ കഴിയുന്ന സംവിധാനമുണ്ട്. അവരാണ് ഈ മേഖലയിലെ നിയമങ്ങളെ അട്ടിമറിക്കുന്നത്, കോടതി വിധികളെ അട്ടിമറിക്കുന്നത്. വല്ലപ്പോഴും ജനങ്ങൾക്ക് കോടതിയിൽ പോയി കിട്ടുന്ന നീതി മാത്രമാണ് ഈ മേഖലയിൽ നടക്കുന്നത്. സംസ്ഥാന സർക്കാരിനെതിരെയും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. 2018 പ്രളയത്തിന് ശേഷം സംസ്ഥാനത്തിനകത്ത് കരിങ്കൽ കോറികൾക്ക് വ്യാപകമായ അനുമതി കൊടുത്തുവെന്ന വിമർശനം ഉയരുന്നു. ഈ 2018 ദുരന്തത്തിന് ശേഷം 200-ലധികം ക്വാറിയിങ്ങിനുള്ള ലൈസൻസുകൾ കൊടുത്തു. ആരാലോചിച്ചിട്ട് കൊടുത്തു? എവിടെ ആലോചിച്ചിട്ട് കൊടുത്തു? ഏത് തലത്തിലുള്ളൊരു ചർച്ച നടന്നു? ഗൗരവതരമായ എന്ത് ചർച്ച അതുമായി ബന്ധപ്പെട്ട് ഏത് നടന്നു? എന്തെങ്കിലും ഒരു ശാസ്ത്രീയമായ ഒരു ഓഡിറ്റിംഗ് ഏതെങ്കിലും ഒരു ഏജൻസി അന്വേഷിച്ച് ചെയ്തിട്ടാണ് ഇത് കൊടുത്തത്? എന്ത് ജിയോളജിക്കൽ സ്റ്റഡിയാണ് ഇതിനു വേണ്ടി നടന്നിരിക്കുന്നത്? ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ അപകടത്തിലേക്കാണ് പോകുന്നത്. ഉരുൾപൊട്ടൽ സാധ്യത കൂടി വരുന്ന സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ ജാഗ്രതക്കുറവുണ്ടായോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. കോറി മാഫിയയുടെ ചരിത്രം പരിശോധിച്ചാൽ അനുമതി ലഭിക്കുന്നതിൻ്റെ 100 ഇരട്ടി കടത്തിക്കൊണ്ടുപോകുമെന്ന് ആർക്കും മനസ്സിലാകും. സാമ്പത്തികമായ ലാഭം മാത്രം നോക്കുന്ന അവരിൽ നിന്നും മനുഷ്യസ്നേഹവും പ്രകൃതി സ്നേഹവും ഒന്നും പ്രതീക്ഷിക്കരുത്. ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മാംശത്തിലേക്ക് കടന്നാൽ ഏറ്റവും ആർഭാടപൂർണമായ ജീവിതം ജീവിക്കുന്ന അതിന്യൂനപക്ഷമായ ഒരു സമ്പന്ന സമൂഹത്തിൻ്റെ ജീവിത സൗഭാഗ്യങ്ങൾക്ക് വേണ്ടിയാണ് മഹാഭൂരിപക്ഷം വരുന്ന ദരിദ്രരായ മനുഷ്യർക്ക് വില കൊടുക്കേണ്ടി വരുന്നത്. ഇപ്പോൾ നമ്മുടെ തന്നെ ജീവിത പരിസരങ്ങൾ നോക്കിയാൽ ഈ മലയിടിച്ചും കുന്നിടിച്ചും ഉണ്ടാക്കിയെടുക്കുന്ന വികസന സൗകര്യങ്ങളൊക്കെ ആ പ്രദേശത്തെ മനുഷ്യർക്ക് അനുഭവവേദ്യമാകുന്നില്ല. മറിച്ച് അതെല്ലാം തന്നെ നഗരജീവിതത്തിൻ്റെയും ഉപരിവർഗ ജീവിതത്തിൻ്റെയും വിഭവ സ്രോതസ്സുകളായിട്ടാണ് ഏറിയ പങ്കും മാറിത്തീരുന്നത്. അപ്പോൾ ആ നിലയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒരു എക്കണോമിക് ഡിവൈഡിൻ്റെ ഇരകളെ പ്രകൃതി ദുരന്തത്തിൻ്റെ കൂടി ഇരകളാക്കി മാറ്റിക്കൊണ്ടാണ് വാസ്തവത്തിൽ നമ്മുടെ വികസന സമീക്ഷ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഏറ്റവും അശരണരായ മനുഷ്യരെ സംരക്ഷിക്കുക എന്നിടത്തേക്ക് കൂടി ചെല്ലുന്നൊരാശയമാണ്. ഈ മേഖലയിൽ തുടർ പരിശോധന നടത്താൻ കഴിയുന്നില്ല എന്നത് മറ്റൊരു പ്രശ്നം. ഗുണ്ടകളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഈ സംവിധാനത്തെ ചോദ്യം ചെയ്യാൻ
ഏറ്റവും സാധാരണക്കാരായ പ്രദേശവാസികൾക്ക് പലപ്പോഴും കഴിയാറില്ല. ഇനി ആരെങ്കിലും സമരവുമായി രംഗത്ത് വന്നാൽ ആദ്യം സാമ്പത്തികമായ പ്രലോഭനങ്ങൾ നൽകും, പിന്നീട് ഭീഷണിപ്പെടുത്തും, അതിനും വഴങ്ങിയില്ലെങ്കിൽ ആക്രമിക്കും. നിങ്ങളൊരു ക്വാറിയുടെ പ്രദേശത്തേക്ക് നിങ്ങളുടെ ക്യാമറ കൊണ്ട് കൂടി പോയാൽ പോലും, ഒരു മാധ്യമപ്രവർത്തകനാണെങ്കിൽ പോലും തല്ല് കിട്ടാതെ തിരിച്ചു വരാൻ പറ്റില്ല. ഗുണ്ടകളാണ് ഈ ക്വാറിയുടെ പ്രദേശങ്ങൾ ഭരിക്കുന്നത്. നിങ്ങൾക്കൊരു ഫോട്ടോ എടുക്കാൻ പോലും പറ്റില്ല. നിയമപരമായി പ്രവർത്തിക്കുന്ന ഒരു ക്വാറിയിലേക്ക് പോകുന്ന ഒരാളെ തടയേണ്ട ആവശ്യം എന്താണ്? അപ്പോൾ കേരളത്തിലെ ഇത്തരം മേഖലയിൽ ഗവേഷണം നടത്തുന്ന ശാസ്ത്രജ്ഞർക്ക് പോലും ക്വാറി പ്രദേശം സന്ദർശിക്കാൻ കഴിയില്ല, ഗുണ്ടകളുടെ തല്ലുകൊള്ളേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഗുണ്ടകളെ തീറ്റിപ്പോറ്റുന്ന, പോലീസിന് കൈക്കൂലി കൊടുക്കുന്ന, ജിയോളജി വകുപ്പിനും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് വകുപ്പിനും കൈക്കൂലി കൊടുക്കുന്ന, സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് വരെ ചെന്നെത്തി നിൽക്കുന്ന വലിയ ഒരു ലോബിയാണ് ഈ ക്വാറി മാഫിയ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവരെ നമ്മൾ മാഫിയ എന്ന് വിളിക്കുന്നത്. 2018-ലെയും 2019-ലെയും ദുരന്തങ്ങളെ തുടർന്ന് 2019 ഡിസംബറിൽ കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ തുടർച്ചയായി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളെ സംബന്ധിച്ച് പഠനം നടത്തി. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന് സമർപ്പിച്ച ഈ റിപ്പോർട്ട് ഇവിടെ പ്രസക്തമാണ്. ജാഗ്രത വേണ്ട സ്ഥലങ്ങളിൽ ഖനനം നിയന്ത്രിക്കുന്നതിന് ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ട് വേണ്ടവിധം പരിഗണിക്കപ്പെട്ടില്ലെന്ന വിമർശനമുണ്ട്. സർക്കാരിൻ്റെ ശക്തമായ നിയന്ത്രണം ഖനന മേഖലയിൽ ഉണ്ടായില്ലെങ്കിൽ അത് വൻ നാശത്തിലേക്കാകും ഈ നാടിനെ കൊണ്ടുപോകുക. LDFന് ഒരു പ്രഖ്യാപിത ലക്ഷ്യമുണ്ട്. 2016-ലെ അവരുടെ പ്രകടന പത്രികയിൽ പറയുന്നത് ഈ ഖനിജങ്ങൾ അല്ലെങ്കിൽ ഖനനം എന്ന് പറയുന്നത് പൊതുമേഖലയിലാക്കും എന്നാണ്. 5 കൊല്ലം ഇതേപ്പറ്റി മിണ്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, പൊതുമേഖലയിലാക്കേണ്ട ആ ഒരു പ്രഖ്യാപനം നടത്തുന്നതിന് നീട്ടിവെച്ചുകൊണ്ട് കേരളത്തിൽ ഏതാണ്ട് 500-ലധികം ക്വാറികൾക്ക് അനുമതി നൽകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിൽ പലതും നിയമവിരുദ്ധമായി പ്രവർത്തിച്ച ക്വാറികളാണ്. ഇപ്പോൾ സർക്കാർ ഗൗരവമായി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കൃഷിക്ക് മാത്രമായി പതിച്ചു കൊടുത്ത ഭൂമികളിൽ ഭൂപതിവ് നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് എങ്ങനെ പുതിയ ക്വാറികൾ ആരംഭിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ക്വാറിയിങ് മേഖലയിൽ ഈ സർക്കാരിനെ നയിക്കുന്നത് ക്വാറി ലോബിയുടെ തന്നെ തീരുമാനങ്ങളാണെന്നും അത് ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന വിഭവങ്ങളോടുള്ള സമീപനമല്ല എന്നും നമുക്ക് കാണാൻ കഴിയും. ദുരന്ത നിവാരണ അതോറിറ്റി പുറത്തിറക്കിയ ഓറഞ്ച് ബുക്കിൻ്റെ അടിസ്ഥാനത്തിൽ ധാരാളം പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ചുരുങ്ങിയ സമയം കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമല്ല ഇപ്പോൾ നമ്മൾ നേരിടുന്നതെന്ന് തിരിച്ചറിയണം. കൂട്ടായ പ്രവർത്തനവും പുതിയ സമീപനവും ആവശ്യമാണ്. ഓറഞ്ച് ബുക്ക് 2021 അടിസ്ഥാനത്തിലാണ് ഇത്തവണ ഏപ്രിൽ മാസം മുതൽ തന്നെ മുന്നൊരുക്കങ്ങളിലേക്ക് സർക്കാർ കടന്നിട്ടുള്ളത്. ആ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി തീർച്ചയായും ഓറഞ്ച് ബുക്ക് 2021 രേഖപ്പെടുത്തിയ എല്ലാ വിഷയങ്ങളിലും കൃത്യതയോടുകൂടി ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ ഒരു കാലയളവിനകത്ത് ഓറഞ്ച് ബുക്ക് 2021 ഹൈലി വർണബിളായി രേഖപ്പെടുത്തിയിട്ടുള്ള പ്രദേശങ്ങൾ, ഹൈലി ഹസാർഡായിട്ടുള്ള പ്രദേശങ്ങൾ, IMD നൽകുന്ന മുന്നറിയിപ്പുകൾക്കൊപ്പം ചലിക്കേണ്ട പ്രവർത്തനങ്ങൾ, ഈ കാര്യത്തിലൊക്കെ ഏറെ കൃത്യത പുലർത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഓറഞ്ച് അലർട്ട് മുതലുള്ള അലർട്ടുകൾ ഉണ്ടായാൽ നേരത്തെ ഉണ്ടായ അപകടങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള മണ്ണിടിച്ചിലുകളും വെള്ളപ്പൊക്കവും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള സ്ഥലങ്ങളിൽ ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പുകൾ തയ്യാറാക്കണമെന്നും അങ്ങനെ ആളുകളെ മാറ്റി പാർപ്പിക്കണമെന്നും കൃത്യതയോടെ ആ ബുക്ക് വിശദീകരിക്കുകയും ആ ബുക്കിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ശക്തമായ മഴ പെയ്യുമ്പോൾ ആ വെള്ളം ഒഴുകിപ്പോകേണ്ടതുണ്ട്. മലമുകളിലെ നീർച്ചാലുകൾ ചോലകളാകണം, ചോലകൾ തോടുകളാകണം, തോടുകൾ പുഴകളാക്കണം. അശാസ്ത്രീയമായ ഒട്ടേറെ സമീപനങ്ങൾ കൊണ്ട് ഈ ഒഴുക്ക് പലയിടത്തും മുറിഞ്ഞുപോയി. ആ വിടവുകളിലൂടെ ആഴ്ന്നിറങ്ങുന്ന വെള്ളം പിന്നീട് ഉരുൾപൊട്ടലുകളായി മനുഷ്യരുടെ ജീവനെടുക്കുന്നു. മുറിഞ്ഞുപോയ പാടുകളെല്ലാം നമുക്ക് ചേർത്ത് വയ്ക്കേണ്ടതുണ്ട്. പ്രകൃതിയിൽ ജീവിക്കുന്ന മനുഷ്യരായി നിന്നുകൊണ്ട് സമീപനങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. പശ്ചിമഘട്ടം വിഷയമാകുന്ന എല്ലാ ഘട്ടത്തിലും ഗാഡ്ഗിൽ റിപ്പോർട്ടും ചർച്ചയാകുന്നു. മാധവ് ഗാഡ്ഗിൽ അന്ന് പറഞ്ഞ വാക്കുകൾ നമ്മുടെ തലയ്ക്ക് മുകളിൽ നിന്ന് ശബ്ദിക്കുന്നു.
പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാണ്. അതിനു നിങ്ങൾ വിചാരിക്കും പോലെ യുഗങ്ങളൊന്നും ആവശ്യമില്ല. 4-5 വർഷം മതി. അന്നു ഞാനും നിങ്ങളും ജീവനോടെ കാണും. ആരാണ് കള്ളം പറയുന്നത്, ഭയപ്പെടുത്തുന്നതെന്നൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. 2013 മാധവ് ഗാഡ്ഗിൽ പറഞ്ഞ ഈ വാക്കുകൾ പിന്നീട് ഓരോ ദുരന്തമുഖത്തും ഓർമ്മിക്കപ്പെട്ടു. ലോകത്തിലെ 36 ജൈവവൈവിധ്യ സമ്പന്നമായ ഇടങ്ങളിലൊന്നാണ് പശ്ചിമഘട്ടമെന്ന് അഭിമാനത്തോടെ നമ്മൾ പറയാറുണ്ട്. പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന ജീവജാലങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. കേരളത്തെ സംബന്ധിച്ച് ചരിത്രപരമായ പശ്ചാത്തലം കൂടി പശ്ചിമഘട്ടത്തിനുണ്ട്. കേരളത്തെ ചരിത്രപരമായി സവിശേഷതയുള്ളൊരു സമൂഹമാക്കി മാറ്റിയതിൽ അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനുമുള്ള പങ്ക് വളരെ വലുതാണ്. നമ്മുടെ വിനിമയ ബന്ധങ്ങൾ, വാണിജ്യം, ലോകവുമായുള്ള നമ്മുടെ സഞ്ചാര വിനിമയങ്ങൾ, ഇതൊക്കെ ഈ അറബിക്കടൽ വഴി രൂപപ്പെട്ടതാണ്. ഇങ്ങോട്ടുള്ള കടന്നുകയറ്റങ്ങളെ തടഞ്ഞു നിർത്തിയത് പശ്ചിമഘട്ടമാണ്. ആ നിലയിലൊരു പ്രത്യേക സമൂഹമായി, ഒരു സംസ്കാരമായി തീരാൻ കേരളത്തെ സഹായിച്ചതിൽ ഇതിന് വലിയ പങ്കുണ്ട്. മാർച്ച് 4 പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിക്കാൻ പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതിക്ക് രൂപം നൽകി. പശ്ചിമഘട്ട മേഖലയുടെ പാരിസ്ഥിതിക സ്ഥിതി വിലയിരുത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഗാഡ്ഗിൽ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടു. പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ അടക്കം 14 അംഗങ്ങൾ സമിതിയിലുണ്ടായിരുന്നു. അങ്ങനെ വിശദമായ പഠനങ്ങൾക്ക് ശേഷം 2011 കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് സമിതി റിപ്പോർട്ട് സമർപ്പിച്ചു. മുഴുവൻ പശ്ചിമഘട്ട പ്രദേശത്തെയും പരിസ്ഥിതി ലോല പ്രദേശമായി റിപ്പോർട്ടിൽ കണക്കാക്കുന്നു. പശ്ചിമഘട്ടത്തെ 3 തരം പരിസ്ഥിതി ലോല മേഖലകളായി തരംതിരിക്കുന്നുണ്ട്. 3 സോണുകളിലും എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യരുതെന്ന് വിശദമായ റിപ്പോർട്ടിൽ പറയുന്നു. വനസംരക്ഷണം, പാറപൊട്ടിക്കൽ, കൃഷി, ഭൂവിനിയോഗം, മണൽവാരൽ, പശ്ചാത്തല വികസനം, അങ്ങനെ ഓരോ മേഖലകളും പഠനവിധേയമാക്കിയിരിക്കുന്നു. റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ കേരളത്തിലടക്കം വലിയ പ്രതിഷേധങ്ങളുണ്ടായി. കൃഷിയും ഭൂവിനിയോഗവും സംബന്ധിച്ച കാര്യങ്ങളിൽ പരിസ്ഥിതി തീവ്ര നിലപാടാണ് ഗാഡ്ഗിൽ റിപ്പോർട്ടിലുള്ളതെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. ഇംഗ്ലീഷിൽ പുറത്തിറക്കിയ 522 പേജുള്ള റിപ്പോർട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടെന്ന ശബ്ദങ്ങളും അന്ന് കേട്ടു. ചില ഭാഗങ്ങളോടുണ്ടായ വിമർശനങ്ങളെ പൊതുവായി റിപ്പോർട്ടിനെതിരാക്കാൻ പശ്ചിമഘട്ടത്തെ തുറന്നെടുക്കുന്ന മാഫിയ സംവിധാനങ്ങൾക്കും കഴിഞ്ഞു. ഇപ്പോൾ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ സംബന്ധിച്ച് വിമർശനങ്ങൾ അതിപ്പോൾ ഞങ്ങൾക്കും ഉണ്ട്. ഒരുപക്ഷെ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് വളരെ സുപ്രധാനമായ, വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ പോലും അതിനകത്ത് പ്രത്യേകിച്ചും കേരളത്തിൻ്റെ മലമ്പ്രദേശങ്ങളിൽ താമസിക്കാൻ ഇടവന്ന, പ്രത്യേകിച്ച് അവരുടെ ജീവിത ഉപാധി കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അവിടേക്ക് അവർ കുടിയേറിയത്, കൃഷിക്കാർ. പക്ഷേ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ അഭിപ്രായം തേടി അത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സമീപനം പലപ്പോഴും അതിനകത്ത് ഉണ്ടാകാതെ പോയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായ വിമർശനം. 25 ഡിഗ്രിയിൽ കൂടുതൽ ചെരിവുള്ള പ്രദേശങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള കെട്ടിടങ്ങൾ വെച്ചാൽ തീർച്ചയായിട്ടും അത് അപകടമുണ്ടാക്കും എന്നുള്ളത് ഭൗമശാസ്ത്രപരമായ വൈദഗ്ധ്യമുള്ള മുഴുവൻ ആളുകളും പറഞ്ഞിട്ടുള്ളതാണ്.
പക്ഷേ അതൊന്നും പരിഗണിക്കാതെ കുത്തനെ തന്നെ ചെരിവുകൾ വെട്ടി അതിൻ്റെ നിരപ്പായിട്ടുള്ള പ്രദേശത്ത് വലിയ കെട്ടിടങ്ങൾ, അതും ചെറിയ കെട്ടിടങ്ങളല്ല, വലിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇങ്ങനെ കെട്ടിട നിർമ്മാണം എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു വലിയ വരുമാനമുണ്ടാക്കുന്ന, ലാഭമുണ്ടാക്കുന്ന ഒരു പ്രക്രിയയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണെന്ന്. വിവാദങ്ങളെ തുടർന്ന് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഡോക്ടർ കെ കസ്തൂരിരംഗൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ കമ്മിറ്റിയെ നിയോഗിച്ചു. ഗാഡ്ഗിൽ റിപ്പോർട്ടിൻ്റെ കാതൽ കസ്തൂരിരംഗൻ റിപ്പോർട്ട് ഇല്ലാതാക്കിയെന്ന വിമർശനമുയർന്നു. എന്നാൽ 2018 പ്രകൃതിയിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങളെ പ്രകടമായി തന്നെ നമ്മൾ തിരിച്ചറിഞ്ഞു തുടങ്ങി. ഗാഡ്ഗിൽ റിപ്പോർട്ട് വിശദമായ ചർച്ചകൾക്കും പഠനങ്ങൾക്കും വിധേയമാക്കേണ്ടതാണെന്നതിനു പകരം ആ റിപ്പോർട്ടിൻ്റെ സാധ്യതകൾ തന്നെ ഇല്ലാതാക്കാൻ സ്ഥാപിത താൽപ്പര്യക്കാർക്ക് കഴിഞ്ഞു എന്നതിൽ സംശയമില്ല. ഇന്ന് കൂടുതൽ ആളുകൾ തിരിച്ചറിയുന്നു, യോജിപ്പിൻ്റെ കടൽ മുമ്പിലുള്ളപ്പോഴും സൂക്ഷ്മാംശത്തിലെ വിയോജിപ്പുകൾക്ക് വേണ്ടി മാറ്റിവെക്കപ്പെടേണ്ടതായിരുന്നില്ല ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടെന്ന്. അന്ന് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ച നിലപാടുകളും ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നു. ലോകത്ത് പല രാജ്യങ്ങളിലും പരിസ്ഥിതി വിഷയങ്ങൾ ഇന്ന് പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമായി കഴിഞ്ഞു. കേരളത്തിലും വരുന്ന കാലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമായി പ്രകൃതിയിലെ മാറ്റങ്ങൾ മാറുമെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ എവിടെയാണ് പ്രതീക്ഷ എന്ന് ചോദിച്ചാൽ 10 വർഷം മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് ഇപ്പോൾ ഈ വിഷയം അവനവനെ നേരിട്ട് ബാധിക്കുന്നതാണ് എന്ന തോന്നലുണ്ടായിരിക്കും. അതിനനുസരിച്ചുള്ള മാറ്റം ഉണ്ടാക്കണം എന്ന് വന്നിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ കാലക്രമത്തിൽ ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയമാകാൻ സാധ്യതയുണ്ട് എന്ന് വന്നിരിക്കുന്നു. നമ്മൾ വലിയ പ്രളയത്തെ അതിജീവിച്ചിട്ട് പോലും നമുക്ക് 2021 കേരളത്തിൻ്റെ പരിസ്ഥിതി പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിരുന്നില്ല. പക്ഷേ ഇത് തുടർച്ചയായി അടുത്ത 3 വർഷം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇതൊരു വിഷയമാകുമെന്നും ആളുകളെ കുറച്ച് വെറുപ്പിച്ചാണെങ്കിലും ചില നിബന്ധനകൾ, ചില നിയന്ത്രണങ്ങൾ നടപ്പാക്കേണ്ടതാണെന്ന് സർക്കാരിന് തോന്നാനും സാധ്യതയുണ്ട്. ഏതായാലും മഴ പെയ്യുമ്പോൾ തോന്നുന്ന ഒരു ആശങ്ക 5 ദിവസം അടുപ്പിച്ച് വെയിൽ കണ്ടാൽ മലയാളിക്ക് ഉണ്ടാകാതെ പോകുന്നു എന്നുള്ളിടത്താണ് രാഷ്ട്രീയക്കാർ, രാഷ്ട്രീയ പാർട്ടികൾ പരിസ്ഥിതി വിഷയം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുന്നു. വേരുകൾ വെട്ടിമുറിച്ചിട്ട് മരങ്ങളോട് കടപുഴകി വീഴരുതെന്നും ഹൃദയം വരെ തുരന്നെടുത്തിട്ട് കുന്നുകളോട് ഇടിഞ്ഞു വീഴരുതെന്നും പറയുന്ന യുക്തിയിൽ ഇനിയും മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് തിരിച്ചറിയണം. പരിസ്ഥിതിയെക്കുറിച്ചുള്ള നമ്മുടെ ആലോചനകളെ കേവലം ഉപരിപ്ലവമായ ആലങ്കാരികമായ വാചകമടികളായി അവസാനിപ്പിക്കാതെ പരിസ്ഥിതി എന്ന് പറയുന്നത് ഏറ്റവും താഴെ തട്ടിലുള്ള മനുഷ്യരുടെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനമായി കഴിഞ്ഞിരിക്കുന്നു, അതിനെ ബാധിക്കുന്ന പ്രശ്നമായി കഴിഞ്ഞിരിക്കുന്നു എന്ന നിലയിൽ അതിനെ തിരിച്ചറിയാൻ കഴിയണം. ഇപ്പോൾ കടലോരം നോക്കൂ. കേരളത്തിലെ കടലോരങ്ങൾ കഴിഞ്ഞൊരു 10 കൊല്ലത്തിനിടയിൽ ചുരുങ്ങിയത് 50 മീറ്ററെങ്കിലും ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ എല്ലാ കടലോരങ്ങളും ഇപ്പോൾ ഓരോ മലവെള്ളത്തിലും മഴക്കാലത്ത് നമ്മൾ കാണുന്നത് എന്താണ്? കടൽ കയറി വരുന്നു, വീടുകൾ കടലിലേക്ക് മറിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുന്നു, മറുഭാഗത്ത് മലയിടിഞ്ഞ് താഴേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു, മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുന്നു, ദരിദ്രരായ മനുഷ്യർ ഇത് രണ്ടിലും പെട്ട് നിരാധാരരായിത്തീരുന്നു. അതുകൊണ്ട് ഈ പാരിസ്ഥിതിക ഉത്കണ്ഠ എന്നുള്ളത് ഒരടിസ്ഥാന രാഷ്ട്രീയ പ്രശ്നമായി, സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നമാണ് എന്ന തിരിച്ചറിവോടെ അതിനെ നമ്മുടെ നയസമീപനങ്ങളുടെ കേന്ദ്രത്തിൽ കൊണ്ടുവരാൻ നമ്മുടെ പ്രസ്ഥാനങ്ങൾ പൊതുവിൽ തയ്യാറാകണം, ഭരണകൂടങ്ങൾ തയ്യാറാകണം. അതിപ്പോൾ പ്രാദേശികമായ ഒരു ഭരണ സംവിധാനത്തിന് ഇതാകെ പരിഹരിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാലില്ല. പക്ഷേ ഈ കൺസേൺ എന്നത് മാറണം. വികസനത്തിൻ്റെ കേന്ദ്രത്തിൽ പാരിസ്ഥിതികത എന്നുള്ളതൊരു പ്രധാന ഘടകമായി ഉയർന്നു വരിക തന്നെ വേണം. ചെറിയ മഴകളിൽ പോലും നമ്മുടെ പുഴകളിലെ ജലനിരപ്പ് വേഗത്തിൽ ഉയരുകയാണ്. പുഴകളിൽ വലിയ തോതിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന എക്കലും ചെളിയും നീക്കം ചെയ്യാൻ പൊതുജന പങ്കാളിത്തത്തോടെയുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. മലയിടിച്ചിലുകൾ മുഴുവൻ നമ്മുടെ ഡാമുകളിൽ എക്കൽ വന്നടിയാണ്, നമ്മുടെ നദികളിൽ എക്കലുകൾ വന്നടിയാണ്, മണ്ണും ചെളിയും വന്ന് കുമിഞ്ഞുകൂടുകയാണ്. കുറച്ച് വെള്ളം വന്നാൽ വെള്ളം മുങ്ങുകയാണ് തീരപ്രദേശങ്ങൾ. അപ്പോൾ വളരെ അപകടകരമായ രീതിയിലേക്ക് മാറുകയാണ്. തുടർച്ചയായി മഴ പെയ്യുകയും തുടർച്ചയായി ഡാം നിറയുകയും കാച്ച്മെൻ്റ് ഏരിയയിലും നദീതടത്തിലും മഴ പെയ്തുകൊണ്ടിരുന്നാൽ എല്ലാ തീരപ്രദേശവും മുങ്ങുന്ന അപകടകരമായ സ്ഥിതിയിലേക്ക് കേരളം പോകും. അതുകൊണ്ട് അടിയന്തരമായി വെസ്റ്റേൺ ഗാട്സിനെ രക്ഷിക്കുക എന്നുള്ളത് ഒരു വലിയ പശ്ചിമഘട്ട മലനിരകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു മൂവ്മെൻറ്റ് കേരളത്തിൽ ഉണ്ടാകണം. അതിനെല്ലാ പിന്തുണയും ഞങ്ങൾ കൊടുക്കും. എക്കലും ചെളിയും നീക്കം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും
ആ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കണമെന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാരും പറയുന്നത്. നമ്മുടെ പുഴകളിൽ ചെറിയ മഴകൾ പോലും വെള്ളം നിറയ്ക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം, അത് എക്കലും മണലും എടുത്തു മാറ്റേണ്ട ഒരു അനിവാര്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അക്കാര്യങ്ങളിൽ ഏറ്റവും ശ്രദ്ധയോടുകൂടിയിട്ടുള്ള സ്റ്റെപ്പുകളാണ്, നടപടികളാണ് ഇനി തുടർന്ന് വെക്കേണ്ടത് എന്ന അഭിപ്രായം തന്നെയാണ് സർക്കാരിനുള്ളത്. അക്കാര്യത്തിൽ എവിടെയെങ്കിലും കുറവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഗൗരവമായി പരിശോധിച്ചൊരു മാസ്റ്റർ പ്ലാൻ്റെ അടിസ്ഥാനത്തിൽ ചെളിയും എക്കലും നീക്കാനുള്ള നടപടിക്രമങ്ങൾക്ക് തുടക്കം കുറിക്കണം എന്നാണ് കരുതുന്നത്. തൽക്കാലം നമുക്ക് എല്ലാ വിഭാഗത്തെ ആളുകളുടെയും അഭിപ്രായങ്ങൾ അറിയാനും മുന്നൊരുക്കങ്ങൾ നടത്താനും കൂടുതൽ അത് വർദ്ധിപ്പിക്കാനും ഒക്കെയുള്ള ആവശ്യകത വളരെ ശ്രദ്ധയോടെ തന്നെ സർക്കാർ നോക്കിക്കാണുന്നുണ്ട്. മഴയുടെ സ്വഭാവവും മേഘങ്ങളുടെ ഘടനയും മാറിയെന്നത് നമ്മൾ നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി. ഇക്കുറി നഷ്ടപ്പെട്ടത് 55 ജീവനുകൾ. ഓരോ വർഷവും പെയ്തിറങ്ങുന്ന പേമാരിക്ക് ശേഷം ഉറ്റവരെ നഷ്ടപ്പെട്ടവരുടെ കണ്ണുനീർ തുള്ളികൾ കൂടിയാണ് ഈ മണ്ണിലേക്ക് അരിഞ്ഞു ചേരുന്നത്. കോട്ടയത്ത് കൂട്ടിക്കലിലും ഇടുക്കിയിൽ കൊക്കയാറിലുമുണ്ടായ ദുരന്തത്തിനിടയാക്കിയ അതിതീവ്ര മഴയെക്കുറിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യാതൊരു മുന്നറിയിപ്പും നൽകിയിരുന്നില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ നിയമസഭയെ അറിയിച്ചു. അറബിക്കടലിലെ ചക്രവാത ചുഴിയും ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദവും ശാന്തസമുദ്രത്തിലെ ചുഴലിക്കാറ്റും വിവിധ തലങ്ങളിലുള്ള ആഗോള കാലാവസ്ഥ മോഡലുകളുടെ പ്രവചനത്തിൽ നിന്ന് വന്ന അറിയിപ്പുകൾക്കും വിരുദ്ധമായിട്ടുള്ള ഒരു സംഭവമാണ് നിർഭാഗ്യവശാൽ ഈ തീയതികളിൽ നമുക്കിടയിൽ ഉണ്ടായത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. സർ, IMD അല്ലാതെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ IMD അല്ലാതെ മറ്റൊരു ഏജൻസിയെ നിലവിൽ നമുക്ക് ഏൽപ്പിക്കാൻ സാധ്യമല്ല. നമ്മൾ ഈ പറഞ്ഞ 14/5/2020 നിർദ്ദേശിച്ചനുസരിച്ച് IBMൻ്റെയും എർത്ത് നെറ്റ്വർക്കിൻ്റെയും സ്കൈമെറ്റിൻ്റെയും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാണ്. പക്ഷേ അത് ഔപചാരികമായിട്ടുള്ള ഒന്നായി നമുക്ക് പ്രഖ്യാപിക്കാനേ സാധ്യമല്ല. കാലാവസ്ഥാ വകുപ്പ്, ഞാൻ വെറുതെ ഒരു കണക്ക് പറഞ്ഞതല്ല, കാലാവസ്ഥാ വകുപ്പ് അതിതീവ്ര മഴ എന്ന് രേഖപ്പെടുത്തുന്നത് 204 മില്ലിമീറ്റർ വെള്ളം വരുമ്പോഴാണ്. അങ്ങനെ രേഖപ്പെടുത്തിയ ഒരു സംഭവവും ഇതിൻ്റെ മുമ്പുണ്ടായിട്ടില്ല എന്ന് ഞാൻ അങ്ങയോട് ഇവിടെ സൂചിപ്പിച്ചതാണ്. ഒക്ടോബർ 16 യാതൊരു മുന്നറിയിപ്പും ഇല്ലാതിരുന്നു.